ആൾ ചെയ്യാൻ പറഞ്ഞു പിന്നീട് വേണ്ട എന്ന് വയ്ക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മളെ ചെയ്യാൻ നമ്മുടെ പാട്ട് കിട്ടാനായിട്ട് ലേറ്റ് ആയത് കാരണം അങ്ങനെ വല്ല സംഭവം ജീവിതത്തിലുണ്ടായി. ഞാൻ പലപ്പോഴും ഞാൻ പാട്ട് കൊടുക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് കന്നഡ ഡയറക്ടേഴ്സൊക്കെ ഉണ്ട് കുറേ നാൾ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. പെട്ടെന്ന് അവർക്ക് സാധാരണ ഒരു കമ്പോസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 3-4 മാസം എടുക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഐശ്വര്യ മോളുടെ ഒരു പടം ചെയ്യാൻ വേണ്ടി പോയി. അത് തന്നെയാണ് എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പണി കിട്ടിയെന്ന് ഞാൻ പറയില്ല, അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹമായിട്ട് അടുക്കാൻ പറ്റി. ആ പാട്ടിൽ പടം അങ്ങോട്ട് അത്ര നല്ലതായിട്ട് പോയില്ല എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് വേണ്ടി SPB സാർ ആദ്യമായിട്ട് പാടിയത് ആ പടത്തിലായിരുന്നു. അങ്ങനെ SPB സാറിൻ്റെ വീട്ടിൽ തന്നെയാണ് പോയി പാടിച്ചത്. അദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി. പിന്നെ ആ പാട്ടാണ് എനിക്ക് ആക്ച്വലി എൻ്റെ ഞാൻ ഇത്രയും നാൾ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ട് അതാണ്. അത് ആക്ച്വലി ഒരു കന്നഡ ഒരു നേറ്റിവിറ്റി സോങ്ങാണ്, ആഞ്ജനേയ സോങ്ങാണ്. അത് അവിടെ ഏറ്റവും പോപ്പുലർ പാട്ടുകൾ പ്രത്യേകിച്ച് അറിയാമല്ലോ, ആ ഒരു കാറ്റഗറി പാട്ടുകൾ ഒരു ഒത്തിരി പോപ്പുലറായ സോങ്. അങ്ങനെ SPB സാറുമായിട്ട് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് സെഷൻ വളരെ കോമഡിയും എല്ലാം ഉണ്ട് അതിനകത്ത്. അതായത് പ്രത്യേകിച്ച് പുള്ളി അവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. പുള്ളി തന്നെ ഒരു ഭയങ്കര ഫിറ്റാണല്ലോ. അപ്പം നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ എല്ലാവരും കമ്പോസ് ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. ചിലർ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും കമ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ. ചിലവർക്ക് പാട്ട് കേൾപ്പിക്കാൻ ആരെയും കേൾപ്പിക്കില്ല, ഹെഡ്ഫോൺസ് വെച്ച് കൊടുക്കും. അങ്ങനെ കുറേ നിർബന്ധമുള്ള ഇത് അവിടെ അതൊന്നും നടക്കില്ല. പുള്ളിയുടെ ഓഫീസിൽ ജസേ പാടുങ്ക പുള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് പാടി കമ്പോസ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും, നമുക്കറിയാമല്ലോ, നമ്മളും ഇത് സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അങ്ങ് പാടിയിട്ട് അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് പാടി ആ ഫ്രേസ് രജിസ്റ്റർ ചെയ്ത് വേണം പാട്ട് ചെയ്യാൻ. അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു അത്. ഞാൻ ആക്ച്വലി ഇത്രയും നാൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഇത് ആക്ച്വലി ഞാൻ ഏതാണ്ട് ഒരു 6 മാസത്തോളം പുള്ളിയായിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു 4-5 പാട്ടൊക്കെ ചെയ്തു. ആക്ച്വലി കന്നഡയും തെലുഗും കന്നഡയും തമിഴും സ്ട്രൈറ്റ് ഉണ്ടായിരുന്നു. ആ ആൽബത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ ഗുണങ്ങൾ കീരവാണി സാർ എനിക്ക് വേണ്ടി പാടാൻ പറ്റി, SPB സാറ് പാടി. അങ്ങനെ ഒരു നല്ലൊരു കോംബോ ആയിരുന്നു. പടം പറയുന്നത് പോലെ അത്ര ഒരു സംഭവം അറിയാമല്ലോ, പുള്ളിയുടെ രാഷ്ട്രസ്നേഹവും എല്ലാം അവിടെയാണ്. അത് അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ പറയുന്നത് പോലെ പല രീതിയിലും ഉള്ള ഒരു സംഭവം ചില ഡയറക്ടേഴ്സിന് വേണ്ടി നമുക്ക് ഇരിക്കേണ്ടി വരും. പിന്നെ അദ്ദേഹത്തോടൊപ്പം ഇരുന്നപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒത്തിരി പാട്ടുകളുടെയൊക്കെ എന്താണ് കമ്പോസിങ്ങിന് കൂടെ ഇരുന്ന ആളാണ്. നമുക്ക് AR റഹ്മാൻ സാറിൻ്റെ സോങ്സ് ആണെങ്കിൽ തന്നെ ജെന്റിൽമാനും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പടമെല്ലാം അദ്ദേഹം കൂടെ കമ്പോസ്, പിന്നെ മലരെ മൗനമ എന്നുള്ള സോങ് എല്ലാം കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്ത ആളാണ്. പിന്നെ നമ്മളെപ്പോഴും വിദ്യാജിയുടെ ഒരു രാത്രി കൂടെ വിട വാങ്ങവേ, അത് ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്, അദ്ദേഹത്തിൻ്റെ തമിഴ് സോങ്ങാണ്. അത് പിന്നെ മലയാളത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം ഇത്രയും ലെജൻഡറി സോങ് എല്ലാം കമ്പോസ് ചെയ്ത ഒരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അയ്യോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനത്തെ ഒരു ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളി എപ്പോഴും നല്ല ഫ്രേസൊക്കെ പെട്ടെന്ന് അദ്ദേഹം ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഇത്രയും സ്പോട്ട് ചെയ്തിട്ട് അത് എടുക്കുക, ഇങ്ങോട്ട് ഇവിടെ വയ്ക്കുക, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി ഭയങ്കരമാണ്. കാര്യം ഇത്രയും മെസ്സേജ് ആക്ടേഴ്സ്. പിന്നെ ഒരു സിറ്റുവേഷന് വേണ്ടി സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ 10-14 ട്യൂണൊക്കെ ചെയ്യേണ്ടി വരും. അത് കറക്റ്റ് തന്നെ. പുള്ളി ആദ്യം ചെന്നപ്പോഴേ പറഞ്ഞു ആ സിറ്റുവേഷന് വേണ്ടി എനിക്ക് ഇമാൻ 60 ട്യൂൺ തന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചോണം എന്തായാലും നമുക്ക് ഇതിന് മുകളിൽ ചെയ്യേണ്ടി വരും. നമ്മൾ പിന്നെ എനിക്ക് സാധാരണ ഈ മ്യൂസിക് കമ്പോസിങ്ങിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള പ്രധാന കാരണം എപ്പോൾ നല്ലൊരു വർക്ക് കിട്ടുമോ അപ്പോൾ എന്തെങ്കിലും ഒരു യാത്ര വരും. അന്ന് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ സമയത്തായിരുന്നു ഓണം പരിപാടി, ഓണം കോൺസേർട്ടൊക്കെ ഇങ്ങനെ. അപ്പം സാർ പറഞ്ഞു ഇല്ല ജെസ്സി ചാൻസേ ഇല്ല, പോകാൻ മുടിയാതെ ഇങ്ങനെ പണ്ണുങ്ക. അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പിന്നെ എല്ലാം ഇതിൻ്റെ ഭാഗമാണല്ലോ, നമ്മളത്
അതെ അതെ നമ്മൾ overcome ഉൾക്കൊള്ളണമല്ലോ. ഉൾക്കൊള്ളണം, അത്രേ ഉള്ളൂ. അതാണ് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആട്ടോ അതെ, അതെ, പറഞ്ഞത്. അതെ. നമ്മൾ ചോദിച്ചു വന്നപ്പോൾ അത് ഓർമ്മിക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. പിന്നെ അദ്ദേഹം, ഞാൻ നേരത്തെ പറയാം, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അദ്ദേഹം അറിയാമല്ലോ, ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. നമ്മൾ വയറൊക്കെ കൊണ്ട് പുള്ളി എന്നെ ജസ് ചെയ്ത് പിന്നെ പുള്ളി ഇത് ഹെൽത്തിനെ പറ്റി കുറേ ഡിസ്ക്രൈബ് ചെയ്യും. പുള്ളിയുടെ ഫ്രണ്ടിൽ വയറൊന്നും ചാടിക്കൊണ്ടങ്ങനെ ഇരിക്കാനേ പറ്റില്ല, എണീറ്റ് പോകാൻ പറയും. പിന്നെ ബാക്കിൽ കമ്പോസ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് വന്ന് ഇവിടെയൊക്കെ എങ്ങനെ എന്നെ ജസ് എന്ന് പറഞ്ഞ് ഇടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഫണ്ണായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത് ഞാൻ ആക്ച്വലി പുള്ളി ആക്ഷൻ കിങ് ആണല്ലോ. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ നേരത്ത് നമ്മൾ വേറെ രീതിയൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ നോക്കിയ ഭാഗത്ത് പുള്ളി ഒരു ബിസ്ക്കറ്റ് പാലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളെ പോലെ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതെ, അല്ലേ? അതെ, ആ ഒരു അതെ. ബന്ധങ്ങൾ അങ്ങനെയാണ്. തീർച്ചയായിട്ടും, പിന്നീട് ആ ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ കഴിയുന്ന വലിയ ഒരു ഭാഗ്യമാണല്ലോ. തീർച്ചയായിട്ടും. ആ പാട്ട് ഏതാണ് ഹിറ്റ് ആയത്? സിനിമ ഓടിയിലും രണ്ടിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പാടിത്തരാം. ഈ പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ് ടിപ്പും കൂടെ പാടിയിട്ടുണ്ട്. ടിപ്പും SPB സാറും കൂടെ ഉള്ള ഒരു ഇതാണ്. അപ്പം ജയ് ഹനുമാൻ ഇത് ആക്ച്വലി ഇതിനു വേണ്ടി വെച്ച ലിറിക്കല്ല. നേരത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാസ്റ്ററിൻ്റെ ലിറിക്ക് എടുത്ത് അദ്ദേഹം ഇതിനു വേണ്ടി ഞങ്ങൾ. അപ്പം എന്തായാലും ഈ ഇൻ്റർവ്യൂ സാർ കാണുകയാണെങ്കിൽ കണ്ട് തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. അതുകൊണ്ട് ഞാൻ വരി കറക്റ്റ് നോക്കിയാണ് പാടാൻ പോകുന്നത്. ഞാൻ തെറ്റിച്ചു പറയാം. ജയ് ഹനുമന്ത കേസരി നന്ദന മാരുതിരായ വാനരയോധ വായുപുത്ര വജ്രകായ ദീനബന്ധുവേ ധീര ജയ് ഹനുമാൻ. ജയ് ഹനുമന്ത കേസരി നന്ദന മാരുതിരായ വാനരയോധ വായുപുത്ര വജ്രകായ ദീനബന്ധുവേ ധീര ജയ് ഹനുമാൻ. രഘുപതി ರಾಘವ ರಾಜ ರಾಮ ಎನ್ನುತ್ತಾ ಹಾಡುವ ನಮ್ಮ ಹನುಮ ನಮೋ ರಾಮ ಭಕ್ತ ನೀನೇ ಸರ್ವಶಕ್ತ ರಾಮನ ಮುಖ್ಯ ಪ್ರಾಣ ಹನುಮ ಹನುಮಾನ ಪ್ರಾಣ ರಾಮ ನಮ ರಾಮನ ಮುಖ್ಯ ಪ್ರಾಣ ಹನುಮ ಹನುಮಾನ ಪ್ರಾಣ ರಾಮ ನಮ ಜಯ ಹನುಮಂದ ಕೇಸರಿ ನಂದನ ಮಾರುತಿರಾಯ ವಾನರಯೋಧ ವಾಯುಪುತ್ರ ವಜ್ರಕಾಯ ദീനബന്ധുവേ ധീര ജയ ഹനുമാൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെയല്ല പാടേണ്ടത്? അല്ല, നമ്മൾ അത്ര അർത്ഥം ഫുൾ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റില്ല. ലിറിക്ക് ആക്ച്വലി ആ സമയത്ത് നമ്മുടെ കൂടെ ലിറിസിസ്റ്റ് എപ്പോഴും കാണും. ആ സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടാകും. പിന്നെ ഓർക്കസ്ട്ര സമയം അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ഇതിൻ്റെ ഒരു സപ്പോർട്ടീവ് ഓർക്കസ്ട്രയൊക്കെ വരുന്ന സമയത്ത് ആക്ച്വലി മാത്രമല്ല ഈ പടത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും ആ ഒരു ആംബിയൻസിലായിരിക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഏത് മ്യൂസിക്, ഏത് നമ്മൾ ചെയ്യുന്ന പാട്ടിൻ്റെയും ഏത് ഷൂട്ടിന് സ്ഥലത്തും പോകാറുണ്ടോ? ആക്ച്വലി വളരെ പേഴ്സണലായിട്ടുള്ള എന്താണ് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് നമ്മൾ ഒത്തിരി കൂടെ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോകാറുണ്ട്. അവരുടെ സൈറ്റിൽ പോയിട്ടുണ്ട്, അങ്ങനെ പോയി നിൽക്കാം.